ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് പീലിയുടെ ഗ്രാമം. കണ്ടില്ലേ, 4 കുട്ടികൾ, അവർ കൂട്ടുകാരാണ്. കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലൊന്ന് പോയി വന്നാലോ? അപ്പോൾ വേനലവധി കഴിയാനായി അല്ലേ? പീലി അവളുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളെ എന്ന് പറഞ്ഞാൽ ഒപ്പം പഠിക്കുന്ന കുട്ടികളെ പീലിയുടെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ 4 പേരും പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. നമുക്കും അവരുടെ കൂടെ പോകാം. യാത്രയ്ക്ക് മുമ്പ് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണ് പോകുന്നത് എന്ന് നോക്കാം. വീൽ ചെയറിലിരിക്കുന്ന കുട്ടി പറയുകയാണ്, ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. വീൽ ചെയറിലിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അല്ലേ? നീനു എന്നാണ് പേര്. എവിടെയാണ് വീട്? നഗരത്തോട് ചേർന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ. അവർക്ക് സർക്കാർ താമസിക്കുന്നതിനായി ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ആ കുട്ടി താമസിക്കുന്നത്. അവൾക്കൊരു അനിയൻ കൂടി ഉണ്ട്. അടുത്ത കുട്ടി പറയാണ്, എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. നഗരത്തോട് ചേർന്ന് പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ചേരി എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമായ നല്ല ഒരു സാഹചര്യമൊന്നും അവിടെ ഉണ്ടാവില്ല. വൃത്തിയോ അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളോ ഉറപ്പുള്ള പാർപ്പിടമോ ഒന്നും ചേരികളിൽ കാണാറില്ല. അപ്പോൾ അവിടെ നിന്നാണ് അപ്പു വരുന്നത്. അപ്പുവിന് ആരാണുള്ളത്? ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? തുണിമില്ലിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത കുട്ടി പറയാണ്, എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ വിക്കി എവിടെയാണ് താമസിക്കുന്നത്? നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോൾ വിക്കി കുറച്ച് സാമ്പത്തികമായി ഉള്ള ഒരു കൂട്ടത്തിലാണ് അല്ലേ? അപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും കണ്ടിട്ടില്ലേ? ഇതാണ് അപ്പാർട്ട്മെൻറ്റ്. ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന വലിയ കെട്ടിടങ്ങളാണ് അപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത്. വിക്കിയുടെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. മമ്മിക്കോ സ്വന്തമായിട്ട് ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പും ഉണ്ട്. അടുത്തത് ഞാൻ ചമേലി. ഞങ്ങൾ അസം സ്വദേശികളാണ്. ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ചമേലി അപ്പോൾ ഒരു മലയാളിയല്ല. എവിടെ നിന്ന് വന്നതാണ്? അസമിൽ നിന്ന് വന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ് ചമേലി. അപ്പോൾ ചമേലിയുടെ കൂടെ ആരൊക്കെയുണ്ട്? മായും പാപ്പയും ഉണ്ട്. ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ അല്ലേ? അതിലൊന്നിൽ നിന്ന് വന്നതാണ് ചമേലി, അസം. അപ്പോൾ ഓരോ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾ കൂട്ടത്തോടെ ചിലയിടങ്ങളിൽ താമസിക്കാറുണ്ട്. അതുപോലെ തന്നെ അസമിൽ നിന്ന് വന്ന ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ചമേലി താമസിക്കുന്നത്. കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തൂ. എൻ്റെ പേര് അജു. ഞാൻ താമസിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൃഷിയാണ് തൊഴിൽ. വർഷങ്ങളായി ഞങ്ങൾ ഈ ഗ്രാമത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. എനിക്ക് ഒരു അനിയൻ കൂടി ഉണ്ട്. ഗ്രാമത്തിലെ പഴയ രീതിയിലുള്ള ഒരു ഓടിട്ട വീട്ടിലാണ് എൻ്റെ താമസം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെയാണ് നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത്, അതിഥി തൊഴിലാളികൾ.
കൂടുതലായും എവിടെ നിന്നാണ് വരുന്നത്? അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നുമാണ് അവർ കുടുംബമായി കേരളത്തിലേക്ക് വരുന്നത്. കാരണം എന്തായിരിക്കും അവർ കൂടുതലായി കേരളത്തിലേക്ക് വരുന്നത്? ജോലി ചെയ്യാനുള്ള മെച്ചപ്പെട്ട സാഹചര്യവും അതുപോലെ തന്നെ അവർക്ക് ലഭിക്കുന്ന വേതനവും വളരെ ഉയർന്നതാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അവർ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവ് സമയം ചിലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ അഥവാ വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിൽ ഹോബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യം എന്തൊക്കെയാണ്? പാട്ടുപാടൽ, ചിത്രരചന. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഹോബിയായിട്ട് എഴുതാം. അതുപോലെ തന്നെ ഒഴിവു സമയം ചിലവഴിക്കുന്നത്, പൂന്തോട്ടം നിർമ്മിക്കുക, വളർത്തു മൃഗങ്ങളുടെ കൂടെ കളിക്കുക. പിന്നെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞനാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആഗ്രഹം, ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക, ഒരുപാട് കൂട്ടുകാരെ നേടുക, നല്ല ഒരാളായി ജീവിക്കുക. ഇതൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വെച്ച് എഴുതണം. ടീച്ചറുടെ സഹായവും ഇതിന് ഉണ്ടാകാം. ഇനി അടുത്തത് യാത്രയ്ക്കൊരുങ്ങാം. നമ്മൾ എത്ര കാലമായി ആഗ്രഹിക്കുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്നൊന്ന് സമ്മതിച്ച് കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നീനു പറയുകയാണ്, നമ്മൾ എത്ര കാലമായിട്ട് ആഗ്രഹിച്ച ഒരു യാത്രയാണ് ഇത് അല്ലേ. വീട്ടിൽ നിന്ന് സമ്മതിക്കാനൊക്കെ വളരെ പാടുപെട്ടു. കാരണം നീനുവിന് കാല് വയ്യാത്തതാണ്. അപ്പോൾ എല്ലായിടത്തും പോകാനായിട്ട് വീട്ടുകാർ സമ്മതിക്കില്ല. എന്തോ ഭാഗ്യം കൊണ്ട് ഈ യാത്ര അവർ സമ്മതിച്ചു. പപ്പായും മമ്മിയും മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിക്കി പറയാണ്, പപ്പയ്ക്കും മമ്മിക്കും ഒന്നും എന്നെ വിടാനായിട്ട് വലിയ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു അവരെ ഒന്ന് സമ്മതിപ്പിച്ച് എടുക്കാനായിട്ട്. മമ്മി പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി ഭക്ഷണമൊന്നും കഴിക്കരുത് എന്ന്. കാരണം അവിടെ എന്താണ് എങ്ങനെയാണ് എന്നറിയില്ല അല്ലേ. അപ്പോൾ വൃത്തിയില്ലാത്ത ഭക്ഷണമോ പറ്റാത്ത ആഹാര സാധനങ്ങൾ എന്തെങ്കിലും തിന്ന് അസുഖങ്ങൾ വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് മമ്മി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ചമേലി പറയാണ്, ഞാൻ എവിടെ പോയാലും മാക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. അപ്പോൾ ചമേലി ഒരു അസം സ്വദേശിയാണ് അല്ലേ. അവളുടെ സംസാരവും ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. മലയാളം പറയുന്നതിലെ വ്യത്യാസം കൊണ്ടൊക്കെ എല്ലാവരും ഒരു അകൽച്ചയോടെയാണ് അവളെ കാണാറുള്ളത്. അതുകൊണ്ട് അവളത് പീലിയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പീലി പറഞ്ഞത് പീലിയുടെ ഗ്രാമത്തിൽ ചെന്നാൽ ആരും അങ്ങനെ ഒരു അകൽച്ച കാണിക്കില്ല എന്നതാണ്. അതുകൊണ്ടാണ് ചമേലി ഇത്രയും ധൈര്യത്തിൽ അങ്ങോട്ട് പുറപ്പെടുന്നത്. അപ്പു പറഞ്ഞു, അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവുമെന്ന ഒരു വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. അപ്പോൾ അപ്പുവിന് ആകെയുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്നുള്ളത് മാത്രമാണ്. അമ്മ പോവണ്ട എന്നൊന്നും അപ്പുവിനോട് പറഞ്ഞില്ല. പിന്നെ സമാധാനിക്കുന്നത് എന്താണ്? ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കൂ. എങ്ങനെയായിരിക്കും പീലിയുടെ വീട്ടുകാരും നാട്ടുകാരും? എല്ലാവരും നല്ലവരായിരിക്കുമോ? വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഈ അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാവാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. നമ്മളിപ്പോൾ 4 പേരെ പരിചയപ്പെട്ടു അല്ലേ. അതിൽ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയും അതുപോലെ ഇടത്തരത്തിലുള്ള ഒരു കുട്ടിയും വളരെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയും പിന്നെയോ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയും ഒക്കെ ഉണ്ട് അല്ലേ. വിക്കി ഒരു ബിസിനസ്സുകാരൻ്റെ മകനാണ്. അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. നഗരത്തിലെ സാമ്പത്തികമായി ഉയർന്നവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലായിരിക്കും അവൻ താമസിക്കുന്നത്. എന്നാൽ അപ്പുവോ വളരെ പാവങ്ങൾ, ജീവിത സാഹചര്യം വളരെ മോശമായ ചേരിയിലാണ് അപ്പു താമസിക്കുന്നത്. പിന്നെ നീനുവോ
നീനു ഒരു സർക്കാർ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ മെച്ചപ്പെട്ട ഒരു ഏറ്റവും മുകളിലുമല്ല തീരെ താഴെയുമല്ല നീനുവിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നീനുവിൻ്റെ ജീവിത സാഹചര്യവും അത്യാവശ്യം മെച്ചപ്പെട്ടതായിരിക്കും. പിന്നെയുള്ളത് ചമേലിയാണ്. ചമേലി ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉയർന്ന ജീവിത സാഹചര്യം ഉണ്ടാവാൻ ചമേലിക്കും വഴിയില്ല. അപ്പോൾ ഈ 4 പേരും എങ്ങനെയാണ് കൂട്ടുകാരായിട്ടുണ്ടാവുക? നമ്മുടെ ജീവിത സാഹചര്യവും സാമ്പത്തികവും അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യവും ഇതൊക്കെയാണോ നമ്മളെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്? അല്ല അല്ലേ? നല്ല പെരുമാറാൻ കഴിയുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ നല്ല മനുഷ്യത്വമുള്ള, മറ്റുള്ളവരോട് സഹാനുഭൂതിയും കരുണയും ഒക്കെ കാണിക്കുന്ന മനുഷ്യരായിട്ടാണ് നമ്മൾ ചങ്ങാത്തം വെക്കേണ്ടത്. അപ്പോൾ 4 പേരും എങ്ങനെയാണ് ചങ്ങാതികളായത് എന്നൊന്ന് നോക്കാം. വിക്കിയും നീനുവും അപ്പുവും ചമേലിയും ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലെ കുട്ടികളാണ്. അവർ 4 പേരും ഒരുമിച്ചാണ് 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചത്. ഇപ്പോൾ 5-ാം ക്ലാസ്സിലും അവർ ഒരുമിച്ചാണ് ഉള്ളത്. അങ്ങനെയാണ് അവർ നല്ല കൂട്ടുകാരായി മാറിയത്. പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായാലും നമ്മൾ സ്കൂളിൽ എല്ലാവരും ഒരുമിച്ചാണ് പഠിക്കുന്നത് അല്ലേ? എല്ലാവരും ഒരേ യൂണിഫോം ഇടുന്നു, ഒരേപോലെ സ്കൂളിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അച്ചടക്കത്തോടെ അനുസരിക്കുന്നു. അങ്ങനെയാണ് അവരെല്ലാവരും ഉറ്റ സുഹൃത്തുക്കളായി മാറിയത്. അവരുടെ ജീവിത സാഹചര്യമോ സാമ്പത്തികമോ ഒന്നും അവർക്ക് കൂട്ടുകാരാവുന്നതിൽ തടസ്സമായില്ല. കണ്ടില്ലേ, 4 പേരും പോകാനായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും ബാഗൊക്കെ ഉണ്ട് ഇല്ലേ? ചമേലിയാണ്. ചമേലി ചിന്തിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ മാറ്റി നിർത്തുമോ? ഞാനൊരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയായതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുമോ എന്നാണ് ചമേലി ചിന്തിക്കുന്നത്. എന്തൊക്കെയുണ്ട് ബാഗിൽ? ഡ്രസ്സുണ്ട്, അതുപോലെ തന്നെ ബുക്കുണ്ട്, പേസ്റ്റും ബ്രഷും ഒക്കെ ഉണ്ട്, സോപ്പ് ഒക്കെയാണ് ബാഗിലുള്ളത്. ഇനി അപ്പു ചിന്തിക്കുന്നത് അമ്മ ഒറ്റയ്ക്കാവുമോ എന്നുള്ളതാണ്. അപ്പുവിൻ്റെ ബാഗിൽ എന്താണുള്ളത്? ഒരു ഡ്രസ്സും ഒരു പമ്പരവുമാണ് ഉള്ളത് അല്ലേ? ഇനി എല്ലായിടത്തും പോകാനാവുമോ എന്നാണ് ചമേലി ചിന്തിക്കുന്നത്. പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോകാൻ കഴിയുമോ എന്നാണ് ചമേലി ചിന്തിക്കുന്നത്. ഇനി വിക്കി ചിന്തിക്കുന്നത് എന്താണ്? നഗരത്തിലെ സൗകര്യം ഉണ്ടാകുമോ എന്നാണ് അല്ലേ? നഗരത്തിൽ വളരെ സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരാളാണ് വിക്കി. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ബാഗിൽ എന്തൊക്കെയാണ്? ഡ്രസ്സുണ്ട്, അതുപോലെ ഡെൻ്റൽ കിറ്റ്, പല്ല് തേക്കാനുള്ള ബ്രഷും പേസ്റ്റും ഒക്കെയാണ്. അതുപോലെ ഷവർ കിറ്റുണ്ട്, കുളിക്കാനുള്ള സാധനങ്ങളാണ്. ഒരു മൊബൈലുണ്ട്, പിന്നെ കളിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ആളുടെ ബാഗിലുള്ളത്. നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രയ്ക്കായി കരുതും? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കുക. എല്ലാവരും സ്നേഹത്തോടെയാവുമോ പെരുമാറുന്നത്? പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ബാഗിൽ ഡ്രസ്സും അതുപോലെ തന്നെ ബ്രഷും പേസ്റ്റും സോപ്പും പിന്നെ പീലിക്ക് കൊടുക്കാനുള്ള കുറച്ച് മധുര പലഹാരങ്ങളുമാണ്. പീലിയുടെ ഗ്രാമത്തിലേക്ക് അവരങ്ങനെ യാത്ര തുടങ്ങി അല്ലേ? നടന്നിട്ടാണ് പോകുന്നത്. ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ? നീനു പറഞ്ഞു. അപ്പോൾ വിക്കി, 1-ാം വലയിൽ കയറണ്ടേ, അവിടുന്ന് തലകുത്തി മറിയണ്ടേ. അങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് അവർ പോകുന്നത്. യാത്രാഗാനങ്ങൾ അറിയാമോ? അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രാഗാനം ഇവിടെ എഴുതി ചേർക്കൂ. ഒരു ഗാനം എന്ന് പറയുന്നത്, 1-ാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. 2-ാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. 3-ാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. 4-ാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ 4 നാരങ്ങ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. ഇനിയും ഇതുപോലുള്ള യാത്രാഗാനങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളും കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ. പീലിയുടെ ഗ്രാമം. ഗ്രാമത്തിൽ വയലുകളും പച്ചപ്പും പുൽമേടുകളും
അതുപോലെ തന്നെ നഗരത്തിലുള്ള അത്ര തിരക്കും ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളും ഒന്നും ഉണ്ടാകില്ല അല്ലേ. ഹായ്, അതാ പീലിയുടെ ഗ്രാമം. അവരങ്ങനെ പീലിയുടെ ഗ്രാമത്തിലെത്തി. അപ്പോൾ അപ്പു പറയാണ്, ഹായ്, അതാ പീലിയുടെ ഗ്രാമമെന്ന്. കണ്ടില്ലേ? അവർ പീലിയെ കണ്ടു. അതാ പീലി. പീലി പറയാണ്, എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു, എന്താ ഇത്ര വൈകിയത്? അപ്പോൾ പീലി കുറേ സമയമായി കൂട്ടുകാരെ കാത്തു നിൽക്കുന്നത്, അതുകൊണ്ടാണ് എന്താ ഇത്ര വൈകിയത് എന്ന് ചോദിക്കുന്നത്. പീലിക്കുള്ള മറുപടി എഴുതി ചേർക്കൂ. അപ്പോൾ 4 പേരും പറഞ്ഞു, ഞങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നടന്നു വരികയായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് വൈകിയത്. അപ്പോൾ പീലി പറഞ്ഞു, വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാചിത്രം നോട്ട് ബുക്കിൽ വരച്ചു നോക്കൂ. ടീച്ചറുടെ സഹായം കൂടി തേടൂ. എങ്ങനെയൊക്കെ ആയിരിക്കും പീലിയുടെ ഗ്രാമം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതൊന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പീലി പറഞ്ഞു, ഇതാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മ, എല്ലാവരും വരൂ, ഒത്തിരി നടന്ന് ക്ഷീണിച്ചു കാണുമല്ലേ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. അപ്പോൾ അമ്മ വളരെ സന്തോഷത്തോടെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഒത്തിരി നടന്ന് ക്ഷീണിച്ചല്ലേ എല്ലാവരും വരുന്നത്, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അവരെ വിളിക്കുകയാണ്. അപ്പോൾ വിക്കി പറയാണ്, എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാനത് കഴിച്ചോളാം. അപ്പോൾ പീലി പറയാണ്, പിന്നെ അവൻ്റെ ഒരു ജാട, അവനിങ്ങനെ ജാടയാണ് എന്നാണ് പറയുന്നത്. അതായത് വീട്ടിൽ നിന്ന് ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നു, ഇവിടെ നിന്നൊന്നും കഴിക്കില്ല എന്നുള്ളതുപോലെയാണ് പീലിയുടെ സംസാരം, അവനെ ചെറുതായി ഒന്ന് കളിയാക്കിയിട്ട്. അതൊക്കെ മോൻ എന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനും ഒക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻ കറി ഉണ്ടാക്കിയത്. അപ്പോൾ വിക്കി ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് എന്നറിഞ്ഞ പീലിയുടെ അമ്മ പറയുകയാണ്, അതൊക്കെ മോൻ എന്നും കഴിക്കണതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഈ അരി ഇവിടുത്തെ വയലിൽ ഉണ്ടായ നെല്ല് കുത്തിയ അരിയാണ്. അതുപോലെ തന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീൻ കൊണ്ടുള്ള കറിയുമാണ്. അച്ഛനാണ് ആ കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കൂ എന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ വിക്കി കഴിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നത്. അപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോൾ വിക്കിക്ക് ഇഷ്ടമായി അല്ലേ, കാരണം പീലിയുടെ വീട്ടുകാർ ഉണ്ടാക്കുന്ന നെല്ല് കുത്തിയ അരിയും അതുപോലെ തന്നെ പുഴയിൽ നിന്ന് നേരിട്ട് പിടിച്ച മീൻ വെച്ചുണ്ടാക്കിയ കറിയും എല്ലാം കഴിച്ചപ്പോൾ വിക്കിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം നഗരത്തിൽ ഇത്ര ഫ്രഷായിട്ട് പെട്ടെന്ന് പിടിച്ച മീനോ അതുപോലെ തന്നെ നേരിട്ട് നെല്ല് കുത്തിയ അരിയും ഒന്നും കിട്ടാൻ വഴിയില്ല അല്ലേ. പിന്നെയോ അവർ ചിലപ്പോൾ കഴിക്കുന്നത് വീട്ടിൽ എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കാം, പാക്കറ്റ് ഫുഡുകളൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് വിക്കിക്ക് ഇത് വളരെ സ്വാദുള്ള ഭക്ഷണമായിട്ട് തോന്നിയത്. അപ്പു പറയാണ്, പീലി വളരെ നന്നായിട്ടുണ്ട്, എന്തു നല്ല രുചി, ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരണേ. അപ്പോൾ അപ്പുവിന് ആ കറിയൊക്കെ ഇഷ്ടമായി, ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരണമെന്നാണ് പറയുന്നത്. പീലി പറയാണ്, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം, കാരണം കറിയൊക്കെ ഉണ്ടാക്കിയത് അച്ഛനാണ് അല്ലേ. അച്ഛൻ വയലിലുണ്ടാകും, അങ്ങോട്ട് പോയിക്കോളൂ, ഗ്രാമവും കാണാമല്ലോ. അപ്പോൾ അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? വയലിലാണ് അല്ലേ. കൃഷിക്കാരനാണ് പീലിയുടെ അച്ഛൻ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ? അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ, ടീച്ചറുടെ പിന്തുണയും ഉണ്ടാകും. പീലിയുടെ അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കും? അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി തയ്യാറാക്കൂ. അപ്പോൾ അപ്പുവിന് ചോദിക്കാനുള്ളത് ഇതായിരുന്നു, അച്ഛൻ എങ്ങനെയാണ് ഇന്നത്തെ കറി ഉണ്ടാക്കിയത്, പിന്നെ അതിനുള്ള ഭക്ഷണ സാധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത്, വാങ്ങിയതാണോ ഉണ്ടാക്കിയതാണോ എന്ന് അറിയാനാണ്. പിന്നെയോ അരി ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, പുഴയിൽ നിന്ന് എങ്ങനെയാണ് മീൻ പിടിച്ചത്, പട്ടണത്തിൽ നിന്നുള്ള വളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ, അച്ഛൻ ഒഴിവു സമയം എങ്ങനെയാണ് ചിലവഴിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ വയലിലെത്തി പീലിയുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് പറയുകയാണ്, അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന്. കണ്ടില്ലേ, 5 പേരും അത് ശ്രദ്ധയോടെ കേട്ടു നിൽക്കുന്നുണ്ട്.
അപ്പോൾ നീനു പറയാണ്, കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ നീനുവിന് വളരെ ഉത്സാഹമായി. എനിക്കും ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് പറയുകയാണ്. കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരൂ. കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ. അപ്പോൾ പീലി ചെയ്തതുപോലെ തന്നെ നിങ്ങളോടും കൂട്ടുകാർക്കായി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ക്ലാസ്സിൽ വിതരണം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചിട്ടായിരിക്കണം. അപ്പോൾ എല്ലാവരും അത് ചെയ്യണം കേട്ടോ. ഇനി വിക്കി പറയാണ്, എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്കിൾ, എൻ്റെ സംശയം എന്താന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്തു ചെയ്യും പീലി? ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? അപ്പോൾ വിക്കി മൊബൈൽ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? പക്ഷേ ഗ്രാമത്തിൽ എന്തില്ല? റേഞ്ച് ഇല്ല. അതുപോലെ തന്നെ അവിടെ വൈഫൈയും ഇല്ല. അപ്പോൾ പീലിയോട് ചോദിക്കുകയാണ്, ഒരു ഗെയിം കളിക്കാൻ, മൊബൈലിൽ ഗെയിം കളിക്കാൻ നീ എന്തു ചെയ്യും? ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നിങ്ങൾക്ക് ബോറടിക്കില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ അപ്പു പറയാണ്, നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അപ്പുവിന് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാണ് തോന്നുന്നത് എന്നാണ് അപ്പു പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പുവും രണ്ടു തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക? കാരണം നമുക്ക് അറിയാം, വിക്കി ഒരു ബിസിനസ്സുകാരൻ്റെ മകനാണ്. അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. എല്ലാവിധ ജീവിത സാഹചര്യങ്ങളും സൗകര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയും ഒക്കെ വിക്കിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിക്കിക്ക് ഒന്നിനും ഒരു കുറവ് ഉണ്ടാവുകയില്ല. മൊബൈലും ടിവിയും അതുപോലെ തന്നെ ഗെയിം കളിക്കാനുള്ള സൗകര്യവും എല്ലാം വിക്കിക്ക് ഉണ്ട്. എന്നാൽ അപ്പുവിനോ? അപ്പു നഗരത്തിലെ ഒരു ചേരിയിലാണ് താമസം. ചേരി എന്ന് പറഞ്ഞാൽ അഴുക്കുചാലുകളും അതുപോലെ തന്നെ താമസിക്കാൻ യോഗ്യമല്ലാത്ത കുടിലുകളും ഒക്കെ നിറഞ്ഞതാണ്. അവിടെ ചിലപ്പോൾ വൈദ്യുതി ഉണ്ടാവാനോ അതുപോലെ തന്നെ അപ്പുവിന് നല്ല ഒരു മൊബൈൽ ഫോണോ വൈഫൈ കണക്ഷനോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അപ്പുവിന് ഈ ഗ്രാമം ഇഷ്ടമാണ് എന്ന് പറഞ്ഞത്. പീലിയുടെ അച്ഛൻ പറയാണ്, ഇനിയും പലതരം കളികളുണ്ട്. ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. വരൂ. വിക്കി പറഞ്ഞല്ലോ, ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് സമയം കളയുന്നത്, ബോറടിക്കില്ലേ, ഗെയിം കളിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ പീലിയുടെ അച്ഛൻ പറയാണ്, ഇവിടുത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്, നമുക്കതൊന്ന് കാണാം എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. പീലിയുടെ അച്ഛൻ്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്കും കണ്ടുവരാം. നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്, എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുക? സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കും. അപ്പോൾ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ സന്തോഷങ്ങൾ. നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയാലാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം ടീച്ചറുടെ സഹായത്തോടെ. ഗ്രാമഭംഗി. പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമമെന്ന് കണ്ടറിയൂ. ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും? ആഴ്ച ചന്തകൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവരുണ്ടാക്കുന്ന പല സാധനങ്ങളും, കൃഷി സാധനങ്ങളും അല്ലാത്തതുമായ എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുവന്ന് വിൽക്കും. ഇനി അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. കണ്ടില്ലേ, ഒരാളിങ്ങനെ വിൽക്കാനായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട്? പാത്രങ്ങൾ, മൺപാത്രങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, പിന്നെയോ നെയ്ത കുട്ടകളുണ്ട്, അങ്ങനെ പലതും ഉണ്ട് അല്ലേ? നിങ്ങളുടെ നാട്ടിലെ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിക്കൂ. അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കും. എന്താണ് ആഴ്ച ചന്തകൾ? ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിക്കുന്നതാണ്. ചില പ്രത്യേക ദിവസങ്ങൾ മാത്രമാണ് അതുണ്ടാവുക. അതാണ് ആഴ്ച ചന്ത. സ്ഥിരം ചന്തകൾ എന്ന് പറഞ്ഞാലോ ദിവസവും അത് പ്രവർത്തിക്കും. ഇനി വൈകുന്നേര ചന്തകൾ എന്ന് പറഞ്ഞാലോ അത് പ്രവർത്തിക്കുന്നത് എപ്പോഴാണ്? വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ മുതിർന്നവരുടെ കൂടെ അത് സന്ദർശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രവും സമ്മാനിച്ചു.
ഓല, കടലാസ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയും? നിങ്ങൾ ഉണ്ടാക്കിയവ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. കണ്ടില്ലേ? ഓല ഉപയോഗിച്ചും പേപ്പർ ഉപയോഗിച്ചും ഉണ്ടാക്കിയവയാണ് ഇത്. നിങ്ങൾക്കും എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയും? എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഓല ഉപയോഗിച്ചും പേപ്പർ ഉപയോഗിച്ചുമൊക്കെ ഉണ്ടാക്കി ക്ലാസ്സിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർ പോയത് ഒരു കുളക്കടവിലേക്കാണ്. ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരുമെല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാണ്. പീലി അവരോട് പറയുകയാണ്, ഇങ്ങനെ ഒരുപാട് കുളങ്ങൾ ഇവിടെ ഉണ്ട്, ഞാനും എൻ്റെ കൂട്ടുകാരുമെല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നീനു പറയാണ്, ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. അവരിങ്ങനെ കുളത്തിൽ തുള്ളിച്ചാടുകയാണ് അല്ലേ, സന്തോഷത്തോടെ. അപ്പോൾ നീനുവിനും അത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. കൊയ്ത്തിനു ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. അപ്പോൾ വീണ്ടും അവരോട് കാര്യങ്ങളൊക്കെ പറയാണ്. കൊയ്ത്ത് കഴിഞ്ഞ ശേഷം, നെല്ലൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപൂട്ട് മത്സരങ്ങൾ നടത്താറുള്ളത്. അതായത് ഒരു കൊയ്ത്ത് കഴിഞ്ഞു, ഇനി രണ്ടാമത് കൃഷിയിടണം. അതിനായിട്ട് ഇങ്ങനെ വയലെല്ലാം ഉഴുതുമറിച്ചിടും ഇല്ലേ? ആ സമയത്താണ് എന്തു നടത്തുന്നത്? കാളപൂട്ട് മത്സരങ്ങൾ നടത്തുന്നത്. പിന്നെ പീലി പറയാണ്, ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്. കണ്ടില്ലേ? ഉത്സവത്തിന് എല്ലാ നാട്ടുകാരും ഒരുമിച്ച് കൂടി വളരെ ആഘോഷമാണ് അല്ലേ? ആ നാട്ടിലെ എല്ലാവരും ആഘോഷിക്കുന്നതാണ് അവരുടെ ഉത്സവങ്ങൾ. അപ്പോൾ ഇവരും അത് കാണാനായിട്ട് പോയിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലും വിവിധ തരം ഉത്സവങ്ങൾ നടക്കാറില്ലേ? ഉത്സവങ്ങൾ, പെരുന്നാൾ, ഉറൂസ്, മേളകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം തയ്യാറാക്കൂ. മുതിർന്നവർക്കൊപ്പം അവ കാണാൻ പോയതിൻ്റെ അനുഭവവും ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. അപ്പോൾ പീലിയുടെ നാട്ടിലെ ഉത്സവം പോലെ തന്നെ നിങ്ങളുടെ നാട്ടിലും ഇല്ലേ ഇതുപോലെ പല ആഘോഷങ്ങളും? അതിനെക്കുറിച്ച് വിവരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പീലിയും കൂട്ടുകാരും നിങ്ങളും ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ്. ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ? എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ടെഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കൂ. അപ്പോൾ അവർ ഗ്രാമമൊക്കെ നടന്ന് കണ്ട് രാത്രിയായി, എല്ലാവരും തിരിച്ചു വരികയാണ്. അപ്പോൾ ഒരു പാട്ട് പാടണം. എന്താണ്? എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ട് പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പാടി നോക്കിയാലോ? എന്തു ചന്തമാണെൻ്റെ ഗ്രാമം, എനിക്കെന്തിഷ്ടമാണെൻ്റെ ഗ്രാമം. പുഴയുണ്ട്, തോടുണ്ട്, താഴമ്പൂ പൂക്കുന്ന തോട്ടിൻ വരമ്പുമുണ്ട്. അന്തിക്ക് പൂക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ പോലെ കണ്ണെത്താ ദൂരത്ത് നെൽപ്പാടമുണ്ട്. ഗ്രാമത്തിലുള്ള കാഴ്ചകളെക്കുറിച്ച് പറയുകയാണ്. എന്തൊക്കെയുണ്ട്? പുഴയുണ്ട്, തോടുണ്ട്, താഴമ്പൂ പൂക്കുന്ന തോട്ടിൻ വരമ്പുണ്ട്, പിന്നെയോ കണ്ണെത്താ ദൂരത്ത് നെൽപ്പാടമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെയോ പാടവരമ്പത്ത് പാളക്കുട ചൂടി കർഷകർ നിരനിയായി നടക്കുന്നതും ചുറ്റുവട്ടത്തായി കളകളം പാടുന്ന നദിയൊഴുക്കും പിന്നെ കാണാം. പാടവരമ്പത്തുള്ള കർഷകരെയും പിന്നെ നദിയും ഒക്കെ കാണാം. അന്തിക്ക് മേയുന്ന കന്നുകാലികളും പുല്ലറുക്കാനോടുന്ന ബാലകക്കൂട്ടത്തെയും കാണാം. പച്ചനെല്ലോലകൾ തലയാട്ടി ചിരിച്ചൊരു പാട്ടുപാടുന്നതും കാണാം. അന്തിക്ക് ഇങ്ങനെ കന്നുകാലികൾക്ക് പുല്ലറുക്കാനായിട്ട് കുട്ടികളിങ്ങനെ ഓടുന്നതും പച്ച നെല്ലോലകൾ തലയാട്ടി ചിരിക്കുന്നതുമൊക്കെ കാണാം. എൻ ഗ്രാമഭംഗിക്ക് മാറ്റുകൂട്ടാനൊരു പ്രാചീന ശിവക്ഷേത്രമുണ്ട്. തിരുവാതിരയും പ്രദോഷവും തൊഴുതിടാൻ മങ്കമാർ നിരയായി വരുന്നുമുണ്ട്. ഒരു പഴയ ശിവക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ തൊഴാനായിട്ട് മങ്കമാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നിരയായി വരുന്നുമുണ്ട് എന്നാണ് പറയുന്നത്. മൂവാണ്ടൻ മാവിലൊരു മാങ്ങ പഴുത്തതെങ്ങറിഞ്ഞു വീഴ്ത്തുന്നതും കാണാം. ഉപജീവനത്തിനായി ചെറുമീമാർ ചന്തയിൽ പുല്ല് വിൽക്കുന്നതും കാണാം. പിന്നെ മാങ്ങ എറിഞ്ഞു വീഴ്ത്തുന്നതും ചന്തയിൽ പുല്ല് വിൽക്കുന്നതും കാണാം. താമരക്കുളമുണ്ട്, താരാട്ടുശീലുണ്ട്, പുത്തരിച്ചോറിൻ്റെ മണവുമുണ്ട്. ആട്ടിൻ്റെ പാലു കറന്നുള്ള ചായയും ദാഹമകറ്റുവാൻ മോരുമുണ്ട്. പിന്നെയോ താമരക്കുളമുണ്ട്, പുത്തരിച്ചോറിൻ്റെ മണമുണ്ട്, ചായയുടെ മണമുണ്ട്, ദാഹമകറ്റാൻ മോരുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെയോ തെച്ചിയും തുളസിയും മന്ദാരപ്പൂക്കളും നിറഞ്ഞു നിൽക്കുന്നൊരു മുറ്റമുണ്ട്. നാട്ടുവൈദ്യരുണ്ട്, വയറ്റാട്ടിയുണ്ട്, നാക്കിലയിട്ട് ചോറുമുണ്ട്. തെച്ചിയും തുളസിയും മന്ദാരവും ഒക്കെ ഉണ്ട്, നാട്ടുവൈദ്യരുണ്ട്,
വയറ്റാട്ടിയുണ്ട്, ചോറുണ്ട് എന്നൊക്കെ പറയുന്നു. ചക്കപ്പുഴുക്കും കഞ്ഞിയും ചേർത്തൊരു ഉച്ചയ്ക്ക് ശാപ്പാട് ശീലമുണ്ട്, അന്തിയാകുമ്പോൾ നാമം ജപിക്കുന്ന മുത്തശ്ശിമാരും അന്നെങ്ങുമുണ്ട്. എന്ത് ചന്തമാണെൻ്റെ ഗ്രാമം, എനിക്കെന്തിഷ്ടമാണെൻ്റെ ഗ്രാമം. അപ്പോൾ ചക്കപ്പുഴുക്കും കഞ്ഞിയും ചേർത്ത് ഉച്ചയ്ക്ക് ശാപ്പാടുണ്ട്, അന്തിക്ക് നാമം ജപിക്കുന്ന മുത്തശ്ശിയുണ്ട്, എല്ലാം കൊണ്ട് എൻ്റെ ഗ്രാമം നല്ല ചന്തമാണ് എന്നാണ് ഈ കവിതയിൽ കവയിത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു പാട്ടെഴുതി നോക്കണം. ഓക്കെ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക? നമുക്കതൊന്ന് വരച്ചു നോക്കിയാലോ? എൻ്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കൂട്ടുകാർ വരച്ച മുഴുവൻ ചിത്രങ്ങളും വെച്ച് ക്ലാസ്സിലൊരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കൂ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയാൽ എന്തെല്ലാം കാഴ്ചകൾ കാണാം. ഇതെല്ലാം വെച്ച് ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ രാത്രിയും ആകാശവും എന്ന് പേര് കൊടുക്കണം. എന്നിട്ട് എല്ലാവരും വരച്ച ചിത്രങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ ജനൽ തുറന്നാൽ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമാണ് എന്ന് വരച്ച് ക്ലാസ്സിൽ കൊണ്ടുവരണം. ഓക്കെ. കണ്ടില്ലേ? ഈ വീടിൻ്റെ ജനാലയിലൂടെ നോക്കുമ്പോൾ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ചന്ദ്രനും പിന്നെ ചില മരങ്ങളും കുന്നിൻ പുറവും ഒക്കെ കാണാം അല്ലേ? എന്നാൽ ഈ ജനാലയിലൂടെ നോക്കുമ്പോൾ ചന്ദ്രനും ഒരു പുഴയും തെങ്ങുകളുമൊക്കെയാണ് കാണുന്നത്. കണ്ടില്ലേ? പിന്നെയോ ഈ വീടിൻ്റെ രാത്രി കാഴ്ച എന്ന് പറയുന്നത് ചന്ദ്രനുണ്ട്, പിന്നെ ഒരുപാട് കെട്ടിടങ്ങളാണ് അല്ലേ? രാത്രി ആയതുകൊണ്ട് കെട്ടിടങ്ങളിലെല്ലാം പ്രകാശമുണ്ട്. അതും ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. അപ്പോൾ ഓരോ വീട്ടിലെയും കാഴ്ചകൾ വ്യത്യസ്തമാണ്. നീനു പറയാണ്, പീലി നിൻ്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ് എന്ന്. അതായത് എല്ലാവർക്കും പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ല, എല്ലാവരും സന്തുഷ്ടരാണ്. എനിക്ക് ഈ കാഴ്ചകളെക്കുറിച്ച് അമ്മയോട് പറയാൻ ധൃതിയായി. അപ്പു പറയാണ്, ഇപ്പം ഇന്ന് പല കാഴ്ചകളും കണ്ട് അല്ലേ, അതൊക്കെ അമ്മയോട് പറയാൻ എനിക്ക് ധൃതിയായി എന്നാണ് പറയുന്നത്. വിക്കി പറയാണ്, നഗരജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി. നഗരത്തിലെ ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഗ്രാമത്തിലെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ വിക്കി വിചാരിച്ചു വെച്ചിരിക്കുന്നത് നഗരത്തിൽ മാത്രമാണ് രസം എന്നായിരുന്നു. പക്ഷെ ഇവിടെ എത്തി വയലും അതുപോലെ തന്നെ കുളവും ഉത്സവവും എല്ലാം കണ്ട് ഗ്രാമത്തിലെ ജീവിതം വളരെ സന്തോഷമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ വിക്കിക്കും ഇവിടെ ഇഷ്ടമായി. ഇനി ചമേലി, എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചമേലി പറയാണ്, എൻ്റെ ഗ്രാമവും ഇതുപോലൊക്കെ തന്നെയാണ്, അസമിലുള്ള അവളുടെ ഗ്രാമവും ഇതുപോലൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചല്ലോ. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് ഇവിടെ എഴുതി ചേർക്കൂ. എൻ്റെ ഗ്രാമവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. എന്നാലും പീലിയുടെ ഗ്രാമവും എനിക്കിഷ്ടമായി, പ്രത്യേകിച്ച് ആളുകളുടെ പെരുമാറ്റം. പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുമ്പ് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ? അത്തരം ചിന്തകളിലൂടെയല്ലേ അതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത്? ഈ യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ? പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. ശരിയാണ് അല്ലേ? പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകും മുമ്പ് നമുക്കും പീലിയുടെ കൂട്ടുകാർക്കും ഒരു അഭിപ്രായം എന്താണ് എന്ന് അറിയില്ലായിരുന്നു കറക്റ്റായിട്ട് അല്ലേ? അവിടെ നന്നായിരിക്കുമോ, സന്തോഷമുണ്ടാവുമോ, അവിടെയുള്ളവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഗ്രാമമാണെന്ന് പറയുമ്പോൾ അത്ര സൗകര്യം ഉണ്ടാവില്ല എന്ന് വിക്കി വിചാരിച്ചതുപോലെ നിങ്ങളിൽ ചിലരും വിചാരിച്ചു കാണും ഇല്ലേ? പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ വളരെ സന്തോഷവാന്മാരാണ്. അവർ ഭക്ഷണത്തിനുള്ള പല ഭക്ഷ്യവസ്തുക്കളും തനിയെ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്നു, കുളത്തിൽ കുളിക്കുന്നു, ഉത്സവത്തിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ വയലിൽ പല കാളപൂട്ട് മത്സരം പോലെയുള്ള
കളികളിൽ ഏർപ്പെടുന്നു. അപ്പോൾ അവർ വളരെ സന്തോഷവാന്മാരാണ്. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിൽ പോയി വന്നപ്പോൾ ഇതൊക്കെ മാറിയില്ലേ? അവിടെ ചെന്നപ്പോൾ വളരെ സന്തോഷവാന്മാരാണ് അവരെല്ലാം. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾക്കറിയാത്ത, നമ്മൾ അനുഭവിച്ചറിയാത്ത പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾക്ക് പല ധാരണകളും ഉണ്ടാകും. പക്ഷേ നമ്മൾ ആ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നമുക്ക് അത് മാറി വരാനാണ് സാധ്യത. വിക്കി പറയാണ്, നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷമുണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ചിന്ത മാറി. വരുമ്പോൾ തന്നെ വിക്കി പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് അല്ലേ? ഫോണും ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും എടുത്തിട്ടാണ് വിക്കി വന്നത്. ഭക്ഷണം വരെ പൊതിഞ്ഞു കൊണ്ടുവന്നു. അപ്പോൾ വിക്കി വിചാരിച്ചിരുന്നത് നഗരത്തിലെ മുന്തിയ സാഹചര്യങ്ങളിൽ മാത്രമേ സന്തോഷം ഉണ്ടാവൂ എന്നാണ്. പക്ഷേ ഇവിടെ വന്ന് ഒരു ദിവസമെങ്കിലും ജീവിച്ചപ്പോൾ അവന് അത് തെറ്റാണ് എന്ന് മനസ്സിലായി. വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത് അപ്പുവാണ് പറയുന്നത്. വിക്കി പറഞ്ഞതുപോലെ തന്നെ നഗരത്തിലാണ് സന്തോഷമെന്ന് ഞാനും വിചാരിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ട്. പക്ഷെ എല്ലായിടത്തും സന്തോഷമുണ്ട് എന്ന് മനസ്സിലായി എന്നാണ് പറയുന്നത്. ചമേലി എന്താണ് പറയുന്നത്? എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അത് മാറി. ചമേലിയെ ആരും അങ്ങനെ മാറ്റി നിർത്തിയില്ല. വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത് അല്ലേ? അതുപോലെ തന്നെ നീനു പറയാണ്, എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേ ഇല്ലാന്ന്. കാരണം നടക്കാൻ കഴിയില്ല, വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈ കാഴ്ചകളൊന്നും അനുഭവിക്കാൻ കഴിയില്ല എന്ന് കരുതിയതാണ്. പക്ഷേ നല്ലവരായ കൂട്ടുകാർ അവളെ പീലിയുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. പീലിയുടെ വീട്ടുകാരും പീലിയും അവളെ എല്ലാ കാഴ്ചകളും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾക്കും സന്തോഷമായി. 4 പേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത്? നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവയ്ക്കൂ. അപ്പോൾ 4 കൂട്ടുകാർ പറഞ്ഞത് നിങ്ങൾ കേട്ടു. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ? അത് നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും പീലിയുടെ ഗ്രാമം എന്നുള്ള ഈ പാഠം ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യണം. See you in next class. Thank you.